ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ പുറത്ത് അത്യാവശ്യം മഴ, ഇടിവെട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര ശബ്ദമൊക്കെ വരികയാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെ ഇത് ഭയങ്കര മഴ, ഇടിവെട്ട് ഇതൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിനക്ക് പകരമായി ഒന്നിനെയും എനിക്ക് മനസ്സിൽ പ്രതിഷ്ഠിക്കുവാനാവില്ല. എൻ്റെ ജീവിതം വെളിച്ചമാക്കിയത് നീയാണ്. ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 7 കാർഡ്സ് ആണ് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ എനർജിയിലേക്കും പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോ ഏതൊരു അവസ്ഥയും ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും എന്താണ് ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അഭിപ്രായം എന്താണ്, പൊതുവെയുള്ള ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ലോയൽ ഹാർട്ട് ആണ്. തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം, സത്യസന്ധമായിട്ടുള്ള ഒരു ഹൃദയത്തെ സൂചിപ്പിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 2 താക്കോൽക്കൂട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. 2 താക്കോൽക്കൂട്ടമാണ്, 2 താക്കോലുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ്. ഈ പേഴ്സണ് നിങ്ങളോട് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള താല്പര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അത്രയും നല്ല ഒരു അഭിപ്രായമാണ് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണ് അത്രയും നിങ്ങളോട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഊർജമാണ്, നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അങ്ങനെ ചിലപ്പോൾ നന്നായിട്ടായിരിക്കാം പോകുന്നത്. പക്ഷെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള സ്നേഹമാണോ അല്ലയോ എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രമാത്രം പോസിറ്റീവായിട്ടാണ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നത്. ഓക്കെ, അത്രയും സത്യസന്ധമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ നിങ്ങൾ ഒരിക്കലും എന്താണ് തള്ളിപ്പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സണ് പറയാനുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ സത്യസന്ധവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഈ പേഴ്സണ് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ്, സത്യസന്ധരായിട്ടുള്ള മനസ്സുള്ള വ്യക്തികളാണ് എന്ന് ഇവിടെ ഈ പേഴ്സണെ അടിയുറച്ച് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ലോയൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു ഹൃദയത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ആ ഒരു കമന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, അത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങൾ അത്രയും ഹൃദയശുദ്ധി ഉള്ളവരാണ്. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കാനും, അല്ലെങ്കിൽ സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എ ചേഞ്ച് ഇൻ ദ വിൻഡ് എന്നാണ് കാണിക്കുന്നത്. കാറ്റ് എതിർ ദിശയിലേക്ക് പറന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം എതിരായിട്ടുള്ള ദിശയിലേക്ക് പറക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പറന്നു പോകും, നശിയും, അതായത് ഡാമേജസ് സംഭവിക്കും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു കാറ്റാണ് അല്ലേ. ഒട്ടും പ്രതീക്ഷിക്കാതെ അതിശക്തമായിട്ടുള്ള ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഒന്നില്ലെങ്കിൽ അല്ലെ നമുക്ക് ഡാമേജസ് സംഭവിക്കും, നമുക്ക് അപകടം പറ്റും, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാകും. ആ ഒരു രീതി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു കണക്ഷനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ യാദൃശികമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ചില നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്
വളരെ പെട്ടെന്ന് വന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്നാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ രണ്ടുപേരും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതൊരു തേർഡ് പാർട്ടി വഴിയായിരിക്കാം, മറ്റേതെങ്കിലും പേഴ്സന്റെ മോശപ്പെട്ട എന്താ പറയാ ഇടപെടലുകൾ കൊണ്ടായിരിക്കാം. ശക്തമായി തേർഡ് പാർട്ടി നിങ്ങളുടെ ഈ പ്രണയ ജീവിതത്തെ തിരിച്ചടിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വിചാരിച്ച, അതായത് നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും, സത്യസന്ധമായി ഉണ്ടാകും എന്ന് വിചാരിച്ച ആരൊക്കെയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പണി തന്നിട്ടുണ്ടാകാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. അതായത് ഈ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റത്തെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം ഒട്ടും ഇരിക്കാത്ത ഒരു സമയത്താണ്, വളരെ സോഫ്റ്റ് ആയിട്ടും സമാധാനപരമായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. അതായത് നിങ്ങൾക്കൊന്നും പറയാനില്ല, നിങ്ങൾക്കൊന്നും എക്സ്പ്രസ് ചെയ്യാനില്ല, നിങ്ങൾക്ക് ഒരു കാര്യവും പറയാനും ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാരിൽ നിന്നും, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സിറ്റുവേഷനിൽ നിന്നുമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ ഇനി ഈ വ്യക്തിയുടെ തിരിച്ചുവരവ് ഉണ്ടാകുമോ, നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സന്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ബാലൻസിങ് എനർജിയാണ്. നമ്പർ 33 ആണ് കിട്ടിയിട്ടുള്ളത്. 3+3 6 ആണ്. ആൻഡ് ഓൾസോ ദ 6 ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ഒരു 3 എനർജി ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഓൾസോ 2+2+2 അതും 6 ആണ്. കംപ്ലീറ്റ്ലി ഒരു ബാലൻസിങ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു താക്കോൽ താഴുണ്ട്, അതായത് ആ ലോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കീയും അതിന്റെ അരികെ തന്നെ ഉണ്ട്. ആ ഒരു കീ ഇട്ട് ആ ഒരു ലോക്ക് തുറന്നാൽ മാത്രമേ അതിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഡോർ ടു റൊമാൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ജീവിതം, അത് വിവാഹ ജീവിതമാണോ പ്രണയ ജീവിതമാണോ എന്താണെങ്കിൽ പോലും അങ്ങനെ ഒരു റൊമാൻറ്റിക് ലൈഫ് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ തൊട്ടടുത്താണ് ഈ പേഴ്സന്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ പോലും കൈ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൂരെയായിട്ടാണ് ഈ പേഴ്സന് തോന്നിക്കുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടാകാം, നിങ്ങളുടെ സാന്നിധ്യം ഈ പേഴ്സന്റെ വളരെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകാം, പക്ഷെ എങ്കിൽ പോലും വളരെ ദൂരെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, വളരെ ദൂരെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില പരീക്ഷണങ്ങൾ കൊണ്ടായിരിക്കണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും വന്നു കയറിയിട്ടുണ്ടാകണം. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാം സാന്നിധ്യം സിറ്റുവേഷൻ ആണെങ്കിൽ നെഗറ്റീവായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ എന്തുകൊണ്ടോ വളരെ ദൂരെയാണ് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കാണണം എന്ന് വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരാൾക്കാരായിരിക്കാം. ആ ഒരു സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെന്തോ വളരെയധികം ദൂരെയാണ്, ഒരുപാട് ദൂരെ എവിടെയോ അകലെയാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ കൈകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്താണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ചിന്തയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഒരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, കുറച്ച് നിരാശ തോന്നിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. കാരണം ഈ പേഴ്സൺ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും വളരെ ഓടിക്കിതച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നില്ല. കാരണം ഈ പേഴ്സണ് ചില ഡിസ്കംഫർട്ടബിൾ ഉണ്ട്. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ പേഴ്സൺ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം, കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, പഴിചാരിയിട്ടുണ്ടാകാം. സോ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളെ നേരിട്ട് നോക്കുവാനോ ഫേസ് ചെയ്യുവാനോ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ പേഴ്സണ് ഉള്ളതായിട്ട് കാണിക്കുന്നു. പണ്ടത്തെ പോലെ അത്രയും അങ്ങോട്ട് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സന്റെ മനസ്സ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ബുദ്ധി ഈ പേഴ്സണെ അനുവദിക്കുന്നില്ല.
മനസ്സ് ഒരു കാര്യം പറയുന്നു, ഈ പേഴ്സന്റെ ബ്രെയിൻ വേറെ കാര്യം പറയുന്നു. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സന് പേടിയുണ്ട്. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, നിങ്ങളുടെ തിരിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സനെ മറന്നിട്ടുണ്ടാകോ, വെറുത്തിട്ടുണ്ടാകോ, എന്താണ് എന്നുള്ളത് ഈ പേഴ്സന് നല്ല രീതിയിൽ സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പേഴ്സണെ നിങ്ങൾ തമ്മിൽ വളരെ അടുത്താണെങ്കിൽ പോലും താക്കോൽ കൂട്ടം തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഈ ഒരു ലോക്കും ഉണ്ട്. പക്ഷെ അത് തുറക്കണം അല്ലേ? തുറന്നാൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരാൻ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ സ്പിരിച്വൽ എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് നോക്കാം. അതെങ്ങനെയുള്ള ആത്മീയപരമായിട്ടുള്ള എനർജീസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് നോക്കാം. ടെലിപ്പതി എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ട്രാൻസ്മിഷൻ, പെർസെപ്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോണിൽ കൂടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുന്നതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട് പോലും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആയതോടുകൂടി ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ പോലും കാണുന്നില്ലായിരിക്കാം, ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും മൊബൈലിൽ കൂടെയൊക്കെ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് നിങ്ങൾക്കിടയിൽ അത് നടക്കുന്നില്ലായിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾക്കിടയിൽ ശക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ ആണ്, ട്രാൻസ്മിഷൻ ആണ്. അതായത് നിങ്ങളുടെ സോള് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ പേഴ്സന്റെ സോളിലേക്ക് എത്തിച്ചേരുന്നു. സപ്പോസ് നിങ്ങൾ ഈ പേഴ്സണെ ഇന്ന് എവിടെയെങ്കിലും വെച്ച് കാണണം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് ഒരു സാഹചര്യവും ഇല്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ രാവിലെ ആയിരിക്കും ഇത് വിചാരിക്കുന്നത്, ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയെങ്കിൽ, ജസ്റ്റ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ അന്ന് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഈ പേഴ്സൺ എവിടെയെങ്കിലും വെച്ച് കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഒരു വഴി ഈ പേഴ്സണായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ദൂരെ നിന്ന് കാണാനെങ്കിലും പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ പേഴ്സണും അത് തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന അതേ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസും ഈ പേഴ്സണും വരാം. ചിലപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സ് വിഷമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഇടാണ്, അത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാണ് വിഷമിക്കുന്നത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ പേഴ്സണും പോസ്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതായത് ദാറ്റ് മീൻസ് നിങ്ങളുടെ 2 പേരുടെയും ആ ഒരു മനോനില, മെന്റൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ മെന്റൽ ആ ഒരു കണക്ഷൻ അത് വളരെയധികം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിക്കുക, ഇത്തിരി മധുരം കഴിക്കണമെന്ന് തോന്നിക്കുക, ആ ഒരു സെയിം ഫീലിങ്സ് തന്നെ ഈ പേഴ്സണും വരും. ഓക്കെ, അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ബീച്ചിൽ പോകണം, ഇപ്പൊ കടൽ കാണണം എന്ന് തോന്നിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോൾ ഈ പേഴ്സൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പേഴ്സണും ആ ഒരു ബീച്ചിലേക്ക് പോകണം എന്ന് തോന്നും. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെയധികം മെന്റൽ കണക്ഷൻ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ പോകുന്നു. കാരണം വളരെയധികം ടെലിപ്പതിക്കൽ കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് നേരിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് പേടിയായിരിക്കാം, താല്പര്യമില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ചോദിക്കും. അപ്പൊ മനസ്സിൽ ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സോള് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സണോട് നേരിട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ ഒരു ഉത്തരം ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് കിട്ടി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു ടെലിപ്പതിക്കൽ കണക്ഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് അത്രയും അധികം ഒരു ഡീപ്പായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ, അതുപോലെ സോൾ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സ്പിരിച്വൽ എനർജി നമുക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹൈ എനർജി ആയിട്ട് കാണിക്കുന്നു. ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ, സ്പിരിച്വൽ എനർജി തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ,
ഏഞ്ചലിക് അസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഡിവൈൻ ഗൈഡൻസ് ആൻഡ് ലവിങ് സപ്പോർട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽസിന്റെ വളരെയധികം സഹായം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനീളം നിലനിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ഏഞ്ചൽസിന്റെ അനുഗ്രഹം, ഏഞ്ചൽസിന്റെ ഹെൽപ്പ്, സഹായം, അത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അത് ഒരു പക്ഷേ ഏഞ്ചൽ നമ്പേഴ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇപ്പം ഈ പറയുന്നത് പോലെ ടെലിപ്പതിക്കൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഏഞ്ചൽസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അറിവിൽ ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് പോലും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അതൊക്കെ ഏഞ്ചൽസിന്റെ ഒരു ബ്ലെസ്സിങ്സ്, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ, അവരുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലനിന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പോൾ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായാൽ പോലും അവര് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് പോലും നിങ്ങളുടെ ഈ പ്രണയബന്ധത്തെയും നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും ഏഞ്ചൽസ് സഹായിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പ്രത്യേകം ഏഞ്ചൽസിന്റെ പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഗബ്രിയേൽ, മെറ്റട്രോൺ, മിഖായേൽ, യൂറിയൽ, അസ്രേൽ, രാജുവേൽ, അങ്ങനെ ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട്. ഓരോ ഏഞ്ചൽസിനും അവരുടേതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ഇപ്പോൾ ഒരു ഏഞ്ചല് നിങ്ങളുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുന്ന ഏഞ്ചൽ ആണെങ്കിൽ മറ്റേ ഏഞ്ചല് നിങ്ങളുടെ പ്രണയത്തെ സംരക്ഷിക്കുന്നതായിരിക്കും. വേറെ ഏഞ്ചല് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. വേറെ ഏഞ്ചല് നിങ്ങളുടെ എന്തെങ്കിലും മോശപ്പെട്ട കർമ്മം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്ന ഏഞ്ചൽ ആയിരിക്കും. അങ്ങനെ ഓരോ ഏഞ്ചൽസിനും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഏഞ്ചലിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള സഹായം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെയധികം ക്ലിയർ കട്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പല സിറ്റുവേഷനിലൂടെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഏത് ദൈവമായിരിക്കും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് എനർജി ആയിരിക്കും ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏഞ്ചൽസിന്റെ അനുഗ്രഹവും അവരുടെ സഹായവും നിങ്ങൾക്കുണ്ട്, ഈ റിലേഷൻഷിപ്പിലുമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എനർജിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏഞ്ചൽ നമ്പർ ആയിട്ടുള്ള 1111 അല്ലെങ്കിൽ 111 777 7777 അതുപോലെ 1212 ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളിലേക്ക് വരുന്ന ഇൻഫോർമേഷൻ നമുക്ക് നോക്കാം. 2 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുകയാണെങ്കിൽ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഡിവൈൻ ടൈമിംഗ് ആണ്. അപ്പോൾ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്, ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മെന്റ് ടു. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ധൃതി പിടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് എപ്പോഴാണോ ഒന്ന് പെട്ടെന്ന് നടക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് കിടന്ന് എപ്പോഴും ഒരു ഇങ്ങനെ പെടപ്പ്, ഒരു മനസ്സിനൊരു പെടപ്പ്, ഒരു അങ്കലാപ്പ്, പെടപ്പ്, ടെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ? അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്താ പറയുക, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഡിവൈൻ ടൈമിംഗ് ആണ്. എന്താന്ന് വെച്ചാൽ ദൈവികമായിട്ടുള്ള സമയത്തിൽ വിശ്വസിക്കുക. ഓക്കെ, ദൈവികമായിട്ടുള്ള സമയത്തിൽ വിശ്വസിക്കുക. തീർച്ചയായിട്ടും ആ ഒരു കറക്റ്റ് സമയത്ത്, തക്ക സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു കാര്യം എത്തിയിരിക്കും. അത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ പൊള്ളയായിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള മാസ്ക് ആയിരിക്കും, മുഖമായിരിക്കും, മുഖം മൂടിയായിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്തുമാണെങ്കിൽ പോലും ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നതോടുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? 1111 777 7777 1212 ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നെക്സ്റ്റ് മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നത് സർപ്രൈസ് ആണ്. സർപ്രൈസ് എന്ന് പറയുന്നത് അറിയാലോ, ഉറപ്പായിട്ടും അറിയാലോ, അതൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ അതൊരു മിറാക്കിൾ ആണ് അല്ലേ, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായൊരു സർപ്രൈസ്. ഓക്കെ, അത്ഭുതകരമായിട്ടുള്ള
വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാറ്റം. അത് റൊമാൻറ്റിക് സർപ്രൈസസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വേറെ രീതിയിലുള്ള സർപ്രൈസസ് ഒന്നുമല്ല. റൊമാൻറ്റിക് സർപ്രൈസസ് തന്നെയാണ്. ആർ ഓൺ ദ ഹൊറിസോൺ, ബി ഓപ്പൺ ടു. അപ്പൊ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏഞ്ചൽസിനോട് നന്ദി പറയാ. എന്നിട്ട് എന്നിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജസ് വരുന്നതിന് യൂണിവേഴ്സിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുക. തീർച്ചയായിട്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള സർപ്രൈസസ് നിങ്ങളെ ഉറപ്പായിട്ടും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് അതിലൂടെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്കൊരു ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് പൂരിരുട്ടാതിയാണ്. കുറച്ച് നാളുകളാണ്. ആയില്യം നാള് കിട്ടിയിട്ടുണ്ട്, കാർത്തിക നാള്. നിങ്ങളുടെ മുടി വളരെയധികം, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ മുടി വളരെയധികം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു. ചിലപ്പോൾ ബ്രൗൺ ഐസ് ആയിരിക്കാം. ചതയം നാള് കിട്ടിയിട്ടുണ്ട്, ചിത്തിര നാള്, ഷാർപ്പ് നോസ് കൂർത്ത മൂക്ക്, ഫുട്ട് കാൽപാദം. ഇത്രയാണ്. ഇതൊക്കെ വളരെ സ്പെഷ്യൽ ആയിരിക്കാം, അട്രാക്റ്റീവ് ആയിരിക്കാം. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.